തോട്ടപ്പള്ളിയിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിലെ സർക്കാർ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് ഉപരോധ സമരം സംഘടിപ്പിച്ച് BJP. തോട്ടപ്പള്ളി ഇറിഗേഷൻ ഓഫീസാണ് BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രളയം രൂക്ഷമായിരിക്കെ കുട്ടനാട്ടിൽ നിന്നടക്കം കിഴക്കൻ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള പ്രധാന മാർഗം ഈ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നുള്ള ഒഴുക്ക് കൃത്യമാക്കുന്നതിന് വലിയ വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിക്കുന്നത്. നമുക്കറിയാം, ചെങ്ങന്നൂർ മുതൽ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂർ, അപ്പർ കുട്ടനാട്, അതോടൊപ്പം തന്നെ കുട്ടനാട് അടക്കമുള്ള മേഖലയിൽ 90% വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴും കൃത്യമായി തോട്ടപ്പള്ളി സ്പിൽവേ വഴി ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ഇത് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതായിരുന്നു. അതിലെല്ലാം വീഴ്ച വന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപരോധം നടക്കുന്നത്. നമുക്ക് BJPയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയോട് തന്നെ ചോദിക്കാം, ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന്. ഇന്നത്തെ ഈ പ്രതിഷേധത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ തോട്ടപ്പള്ളിയിലെ ഒരു അവസ്ഥ? ഇപ്പോൾ BJP ഇവിടെ പ്രതിഷേധവുമായ രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുട്ടനാടും അപ്പർ കുട്ടനാട് മേഖലകൾ, ഏകദേശം പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ വെള്ളത്തിനടിയിലാണ്. നിരവധി താലൂക്കുകളും പഞ്ചായത്തിലും വെള്ളത്തിനടി. ആയിരക്കണക്കിന് മനുഷ്യർ ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുന്ന സമയത്തും വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് സർക്കാർ കൈക്കൊണ്ടത്. സാധാരണയായി ആറ്റിൽ കൂടിയും കായലിൽ കൂടിയുമൊക്കെ ഒഴുകി വരുന്ന വെള്ളം കടലിലേക്ക് വന്നു ചേരുന്നത് ഇവിടെ ഈ ഷട്ടറിൻ്റെ കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ഷട്ടറുകൾ തുറന്നു എങ്കിലും ഈ ഷട്ടറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വെള്ളം കടലിലേക്ക് പോകാൻ യാതൊരു മാർഗവുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നമുക്കറിയാം, മണിമലയാറ്, പമ്പയാറ്, അച്ചൻകോവിൽ, ഈ 3 ആറുകളിൽ നിന്നും ഒഴുകി വരുന്ന ഗ്യാലൻ കണക്കിന് വെള്ളം കടന്നു പോകുന്നത് ഒരു 100 മീറ്റർ ഗ്യാപ്പിൽ കൂടിയാണ്. ഇത് ഒരു രീതിയിലും ശാസ്ത്രീയമായ ഒരു മാർഗമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് രാവിലെ സർക്കാർ അവിടെ 3 JCB ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 JCB ഒരു 3 മാസം പണിയെടുത്താൽ പോലും ഈ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ആവശ്യമായ പാത നിർമ്മിക്കാൻ സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായും ആയിരക്കണക്കിന് ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ സർക്കാരിന് ഇതേപ്പറ്റി യാതൊരു ഉത്തരവാദിത്വമില്ല എന്നാണ് തെളിയിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഇതിനെതിരെയാണ്. അവിടെ കൂടുതൽ JCBകൾ ഏർപ്പെടുത്തി ആ പുഴയുടെ വ്യാപ്തി, വീതി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2 MLA മാർ തമ്മിലുള്ള കിടമത്സരവും ചക്കളത്തി പോരാട്ടവുമാണ് സ്ഥിതിഗതികൾ ഇത്രയും വഷളാക്കിയത്. അമ്പലപ്പുഴ MLA ആണോ ഇതിൻ്റെ കസ്റ്റോഡിയൻ, അതോ കുട്ടനാട് MLA ആണോ? കുട്ടനാട് MLAയുടെ നിർദ്ദേശപ്രകാരമാണോ ഷട്ടർ തുറക്കേണ്ടത്? അതിന് ഞാനില്ല ഇവിടെ എന്നൊക്കെയാണ് അമ്പലപ്പുഴ MLA ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ സർക്കാരും ഭരണകക്ഷി MLA മാരും തമ്മിലടിക്കുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം. ഇപ്പം തന്നെ ഈ മാലിന്യം അടിഞ്ഞു കൂടുന്നത് നീക്കുന്നതിലും ഇതേ വീഴ്ച സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണ് തീരെ ആഴം കുറവാണെന്നുള്ള ഒരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ രീതിയിലാണെങ്കിൽ കുട്ടനാടിൻ്റെ അവസ്ഥ എന്തായി തീരും? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. മാലിന്യവും സിൽട്ട് അടക്കമുള്ള മണലും സിൽട്ടും കൂടെ ചേർന്നുള്ള ചെളി, ഈ 3 നദികളിലെ വലിച്ചെറിയപ്പെടുന്ന മാലിന്യം, പ്ലാസ്റ്റിക്, ചത്ത മൃഗങ്ങളുടെ ശരീരങ്ങൾ തുടങ്ങി ഇവിടെ ഒഴുകി വരാതെ എല്ലാ മാലിന്യങ്ങളും ഒഴുകി കടലിൽ ചേർന്ന് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതൊക്കെ സർക്കാരിന് അറിവുള്ള കാര്യമാണ്. ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ വെള്ളം പൊങ്ങുമ്പോൾ ഈ മലമുകളിൽ നിന്നുള്ള മുഴുവൻ മാലിന്യവും ഈ തോട്ടപ്പള്ളിയിൽ അടിഞ്ഞുകൂടുമെന്ന് അറിയുന്ന സർക്കാരാണ് ഇത്ര കാലവും ഇത് വെച്ച് താമസിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, സംസ്ഥാന സർക്കാർ സത്യത്തിൽ ഇത് അമ്പലപ്പുഴ MLAയും കുട്ടനാട് MLAയും ചേർന്ന് സൃഷ്ടിച്ച പ്രളയമാണ് എന്ന് പറയേണ്ടി വരും. സ്വന്തം ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ MLA മാർ തമ്മിലടിക്കുകയാണ്. അവരുടെ കിടമത്സരമാണ്, ആരാണ് മൂപ്പിളമ തർക്കമാണ്. ഈ തർക്കത്തിനെതിരെയാണ്, ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിനെതിരെയാണ് BJPയുടെ പ്രതിഷേധം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ന് കുട്ടനാട് MLA സൂചിപ്പിച്ചത്, ഇത്രയും പ്രളയം ഉള്ളപ്പോഴും ഒരു മന്ത്രിമാർ പോലും കുട്ടനാട്ടിലേക്ക് വന്നിട്ടില്ല. റവന്യൂ മന്ത്രി അടക്കം വിളിച്ചാൽ ഫോണിൽ പോലും കിട്ടിയിട്ടില്ല എന്നതാണ് MLA ഇന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ എത്രത്തോളം നിരുത്തരവാദപരമാണ് സർക്കാരിൻ്റെ ഒരു സമീപനം? അതാ പറഞ്ഞ അവരുടെ MLA മാർ തന്നെ എങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഇതിൽ പറയേണ്ടത്? ഒരു MLAയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ ആകെയുള്ളത് പാവം പിടിച്ച കുറേ വില്ലേജ് ഓഫീസർമാരും ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന പ്രസിഡന്റുമാരും ചേർന്നാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ പ്രളയത്തിൻ്റെ അവസ്ഥ? ഇപ്പോൾ നമുക്കറിയാം, ഈ ചെങ്ങന്നൂർ താലൂക്കിലെ കാർത്തികപ്പള്ളി താലൂക്കിലും ഈ 2 താലൂക്കാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചത്. പിന്നെ കുട്ടനാട് താലൂക്ക്. ഈ 3 താലൂക്കുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ റെസ്ക്യൂ ഷെൽട്ടറുകളിലേക്ക് എത്തിച്ചത് പൊതുപ്രവർത്തകരാണ്.
അല്ലാതെ സർക്കാരിൻ്റെ ഒരു സംവിധാനവും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അവരെ ആരെയും അതിന് ഡെപ്യൂട്ടി ചെയ്തിട്ടുമില്ല. അപ്പോൾ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിയ രക്ഷാപ്രവർത്തനം കൊണ്ടാണ് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. പക്ഷേ ബാക്കി നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവൻ വെള്ളത്തിലടിയിലാണ്. ഈ ഇത്രയും കാലം സമ്പാദിച്ചത് മുഴുവൻ വെള്ളത്തിനടിയിലാണ്. ആൾക്കാരുടെ ഡോക്യുമെൻസുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, വീട്ടു സാധനങ്ങൾ, നമുക്കറിയാം ഓണമാണ് വരുന്നത്. ഓണത്തിന് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങൾ വിവിധ കടകളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കടകളിലുള്ള സാധന സാമഗ്രികൾ വെള്ളം കയറി പോയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ കോടികളുടെ നഷ്ടം ഇത് സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും ചേർന്ന് വരുത്തി വെച്ചതാണ്. അവരുടെ ഉത്തരവാദിത്വമില്ലായ്മ. ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് മഴ വരുമ്പോൾ തന്നെ ഈ ചീപ്പ് തുറന്ന് ക്ലീൻ ചെയ്യണം, അവിടെ പൊഴി മുറിച്ചു വിടാനുള്ള സംവിധാനം ഒരുക്കണം. ഇവിടെ ഇപ്പോൾ ദേശീയപാതയുടെ അധികൃതർ ഒരു പാലം അതിന് കുറുകെ അവരുടെ പാലം പണിയുന്നതിനുള്ള സൗകര്യത്തിൽ ഒരു താൽക്കാലിക പാലം അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞാൽ അവരിത് പൊളിക്കും. എപ്പോഴാണത് പറയുന്നത്? ഇന്ന് രാവിലെയാണ് പണിയുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവിടെ പൊളിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടു ഓരൊഴുക്കും അതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒഴുക്കിനെ സുഗമമാക്കാൻ അതുകൊണ്ടൊന്നും സാധിക്കുന്നില്ല. കാര്യം അതൊരു താൽക്കാലിക പാലമാണ്, അതിന് മുകളിൽ കൂടെ വേണമെങ്കിൽ വെള്ളം പോകുമായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണലിൻ്റെ വലിയ ചിറയുണ്ട്. ആ ചിറയിൽ തട്ടി നിൽക്കുകയാണ്. ആ കുപ്പിക്കഴുത്ത് പോലെയാണ് ഗ്യാലൻ കണക്കിന് വെള്ളം ഇപ്പോൾ കടന്നു പോകുന്നത്. ആ വ്യാപ്തി കൂട്ടാതെ, ആഴം കൂട്ടാതെ ഇതിനൊരു പരിഹാരമുണ്ടാകില്ല. ജനങ്ങൾ ആഴ്ചകളോളം വെള്ളത്തിൽ കിടക്കേണ്ടി വരും. ഇതേ സാഹചര്യത്തിൽ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ AC റോഡ് 800 കോടിയിലധികം മുടക്കി പുനർനിർമ്മിച്ചുകൊണ്ട് ഇനി ഒരിക്കലും വെള്ളം കയറില്ല, പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ സുഗമമാവും എന്നെല്ലാം പറഞ്ഞിട്ട് AC റോഡ് വഴി ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിർമ്മാണവും വലിയ ഒരു അഴിമതിയായിട്ട് വേണ്ട കണക്കാണ്. തീർച്ചയായിട്ടും അതിന് കഴിഞ്ഞ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് അതിന് മറുപടി പറയേണ്ടത്. എന്തായിരുന്നു AC റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം വന്ന സമയത്ത് വലിയ മാമാങ്കമായിരുന്നില്ലേ? നമ്മളുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, ഇനി കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമേ ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു ഫ്ലെക്സ് യുദ്ധം നടന്നിരുന്നത്. അപ്പോൾ ഒറ്റ മഴയോടുകൂടി ഇവരുടെയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ BJP പറയുന്നത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയൊക്കെ അവകാശവാദങ്ങൾ ഒരു മഴയ്ക്ക് ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ. അത്രമാത്രം ബാലിശമായ അവകാശവാദങ്ങൾ അതത് തെരഞ്ഞെടുപ്പിന് വേണ്ടി അപ്പോഴപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബാലിശമായ അവകാശങ്ങൾ ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇവരെ സാധിച്ചിട്ടില്ല. നമ്മളുടെ ഖജനാവിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടമുണ്ടായി എന്നത് മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ കുട്ടനാട്ടിലെയും ചെങ്ങന്നൂരിലെയും അപ്പർ കുട്ടനാട്ടിലെയും എല്ലാം ദുരവസ്ഥ. അതിന് പരിഹാരമാകേണ്ടിയിരുന്ന നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാതിരുന്നത്. അതിൽ പ്രതിഷേധിച്ച് തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഇറിഗേഷൻ ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചതും. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.